അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതിൽ തന്നെ നമ്മൾ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൻ്റെ ഒരു ഭാഗമാണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. എന്താണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ? അപ്പോൾ എന്താണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ? മിറ്റിഗേഷൻ റെഫേഴ്സ് ടു ഓൾ ആക്ഷൻസ് ടേക്കൺ ബിഫോർ എ ഡിസാസ്റ്റർ ടു റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പാക്ട്സ്. ഒരു ഡിസാസ്റ്ററിൻ്റെ മുന്നേ അതിൻ്റെ ഇമ്പാക്ട്സ് കുറയ്ക്കാൻ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നോ അതൊക്കെ എന്താണ് മിറ്റിഗേഷൻ പ്രോസസ്സാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. മിറ്റിഗേഷൻ റെഫേഴ്സ് ടു ഓൾ ആക്ഷൻസ് ടേക്കൺ ബിഫോർ എ ഡിസാസ്റ്റർ ടു റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പാക്ട്സ്. അപ്പോൾ രണ്ട് ഡിസാസ്റ്റർ മിറ്റിഗേഷൻസ് ഉണ്ട്. സ്ട്രക്ചറൽ മിറ്റിഗേഷൻസും നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻസും. അവ എന്താ നോക്കാം. അപ്പോൾ ആദ്യം സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. എനി ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ടു റെഡ്യൂസ് ഓർ അവോയ്ഡ് പോസിബിൾ ഇമ്പാക്ട്സ് ഓഫ് ഹസാർഡ്സ്. അതാണെന്ത് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. അതായത് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ എന്ത് ഹസാർഡ്സിൻ്റെ ഇമ്പാക്ട്സ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് ഫിസിക്കൽ കൺസ്ട്രക്ഷനെയും നമുക്ക് എന്ത് പറയാം? സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയാം. ആ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ഡാമുകളുടെ നിർമ്മാണം. സ്ട്രെങ്തനിങ് ബിൽഡിങ്സ്, ബിൽഡിംഗ് ഉറപ്പുള്ളതാക്കുന്നത്. പിന്നെ ഷെൽറ്റേഴ്സ് നിർമ്മിക്കുന്നത്, ഇതിപ്പോൾ ഒരു ഹസാർഡൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഷെൽറ്റേഴ്സ്. ദെൻ സീ വാൾസ്, കടൽ ഭിത്തികൾ നിർമ്മാണം. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ കൺസ്ട്രക്ഷനാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്താ നോക്കാം. എനി മെഷേഴ്സ് നോട്ട് ഇൻവോൾവിങ് ഫിസിക്കൽ കൺസ്ട്രക്ഷൻസ്. ഫിസിക്കൽ കൺസ്ട്രക്ഷൻ അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും എന്തിനെ മിറ്റിഗേഷൻ ഉപയോഗിക്കുന്നത് അതൊക്കെയാണ് എന്ത് പറയുന്നത്? നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ലാൻഡ് സോണിങ്, സോണുകളായിട്ട് തിരിക്കുക അല്ലേ. ഇൻഷുറൻസ് എടുക്കുക, ഇൻഷുറൻസ് പോളിസി. അവയർനെസ്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, വാർണിംഗ് സിസ്റ്റം. ഇതൊന്നും എന്തല്ല? കൺസ്ട്രക്റ്റ് ചെയ്യുന്നതല്ല അല്ലേ. ഇത് ഫിസിക്കൽ കൺസ്ട്രക്ഷൻ അല്ല. അപ്പോൾ ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. അപ്പോൾ ഒന്നുകൂടി നോക്കുകയുള്ളൂ. എന്താണ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ? മിറ്റിഗേഷൻ റെഫേഴ്സ് ടു ഓൾ ആക്ഷൻസ് ടേക്കൺ ബിഫോർ എ ഡിസാസ്റ്റർ ടു റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്ട്സ് കുറയ്ക്കാൻ നമ്മൾ എടുക്കുന്ന ഏതൊരു ആക്ഷനെയും നമുക്കെന്ത് പറയാം? ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയാം. രണ്ട് വിധമുണ്ട്, സ്ട്രക്ചറൽ മിറ്റിഗേഷൻ, നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എനി ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ടു റെഡ്യൂസ് ഓർ അവോയ്ഡ് പോസിബിൾ ഇമ്പാക്ട്സ് ഓഫ് ഹസാർഡ്സ്. എക്സാമ്പിളാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, സ്ട്രെങ്തനിങ് ബിൽഡിംഗ്, ഷെൽറ്റേഴ്സ്, സീ വാൾസ്. കുറേ ഉണ്ട്, നമ്മളിപ്പോൾ 4 ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ദെൻ നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. എനി മെഷേഴ്സ് നോട്ട് ഇൻവോൾവിങ് ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ഇല്ലാത്തതാണെന്ത്? നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. ലാൻഡ് സോണിങ്, ഇൻഷുറൻസ്, അവയർനെസ്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, വാർണിംഗ് സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോളൂ. മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഫോർ എർത്ത് ക്വേക്ക് ഡിസാസ്റ്റർ. നമ്മൾ എർത്ത് ക്വേക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ. മിറ്റിഗേഷൻ സ്ട്രാറ്റജി, എർത്ത് ക്വേക്ക് ഡിസാസ്റ്ററിന് നമ്മൾ സ്വീകരിക്കുന്ന മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. എർത്ത് ക്വേക്ക് പ്രൂഫ് പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് ബിൽഡിങ്സ്. ഇത് എർത്ത് ക്വേക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള പ്ലാനിങ് നടത്തുക, അതേപോലെ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ നടത്തുക. പ്രിപ്പയർ വൾണറബിലിറ്റി മാപ്പ് ഓഫ് കൺട്രി. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള മേഖലകളെ എന്ത് ചെയ്യുക? അവരെ മാപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ അതിനനുസരിച്ച് നടത്താൻ പറ്റും. ഡിസ്കറേജ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈ റൈസ് ബിൽഡിങ്സ്. വളരെ ഉയരത്തിലുള്ള ബിൽഡിങ്സ് എന്ത് ചെയ്യുക? നിർമ്മിക്കുന്നത് ഡിസ്കറേജ് ചെയ്യുക, നിരുത്സാഹപ്പെടുത്തുക. ദെൻ യൂസ് ലൈറ്റ് മെറ്റീരിയൽസ് ഫോർ കൺസ്ട്രക്ഷൻ. എന്ത് ചെയ്യാം? ലൈറ്റ്, കനം കുറഞ്ഞ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുക. എസ്റ്റാബ്ലിഷ് എർത്ത് ക്വേക്ക് മോണിറ്ററിംഗ് സെൻറ്റേഴ്സ്. എർത്ത് ക്വേക്ക് മോണിറ്ററിംഗ് സെൻറ്റർ, അതായത് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത് അറിയാൻ പറ്റില്ല, നമുക്ക് അളക്കാൻ പറ്റും. അതിൻ്റെ തീവ്രത എത്ര ഉണ്ട് അതിനൊക്കെ കൃത്യമായി മോണിറ്ററിങ് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ? പെട്ടെന്ന് വാർണിംഗ് കൊടുക്കാൻ പറ്റും. ദെൻ എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. ഇങ്ങനത്തെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയയിലുള്ള
ജനങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ എന്താണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി, എന്തിനുള്ള എർത്ത് ക്വേക്ക് ഡിസാസ്റ്റർ. പലതും ഇനി അറിയുന്നുണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. എർത്ത് ക്വേക്ക് പ്രൂഫ് പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് ബിൽഡിങ്സ്, പ്രിപ്പയർ വൾണറബിലിറ്റി മാപ്പ് ഓഫ് കൺട്രി, ഡിസ്കറേജ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈ റൈസ് ബിൽഡിങ്സ്, use light materials for construction, establish earthquake monitoring centers, educate the people. Okay. Then next one, mitigation strategies for cyclonic disaster. അപ്പോൾ ഇനി സൈക്ലോണിക് ഡിസാസ്റ്ററിൻ്റെ മിറ്റിഗേഷൻസ് എന്തൊക്കെ? എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ടു വിത്ത്സ്റ്റാൻഡ് സൈക്ലോണിക് വിൻഫോൾസ്. അപ്പോൾ ശക്തമായ കാറ്റുണ്ടാവും അല്ലേ, അപ്പോൾ അതിന് തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ് നിർമ്മിക്കാം. ദെൻ സ്യൂട്ടബിൾ ബിൽഡിംഗ് കോഡ്സ്. സ്യൂട്ടബിൾ ബിൽഡിംഗ് കോഡ്സ് ഉപയോഗിക്കാം. ബിൽഡിംഗ് കോഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം, ഏതൊക്കെ സ്ട്രക്ചർ നമുക്ക് ഓരോ ഏരിയയിൽ ഉപയോഗിക്കാം, അതാണ് ബിൽഡിംഗ് കോഡ്സ് എന്ന് പറയുന്നത്. അത് സമർപ്പിച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അവിടെ പ്ലാനിങ് സമർപ്പിച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കൺസ്ട്രക്ഷനുള്ള അനുമതി ലഭിക്കുള്ളൂ. അപ്പോൾ സ്യൂട്ടബിൾ ബിൽഡിംഗ് കോഡ്സ് ഉപയോഗിക്കാം. ബെറ്റർ ആർക്കിടെക്ചർ ഡിസൈൻ ഓഫ് ബിൽഡിങ്സ്. അപ്പോൾ കാറ്റടിക്കുന്ന അല്ലേ, കാറ്റിൻ്റെ ദിശയ്ക്കൊക്കെ അനുസരിച്ചുള്ള ബിൽഡിംഗ് സ്ട്രക്ചർ നിർമ്മിക്കുക. ഓക്കെ. ദെൻ പ്ലാന്റിങ് വിൻഡ് ബ്രേക്കൺ ട്രീസ്. അതായത് ചില മരങ്ങളുണ്ടാവും നല്ല വേര് ഉറച്ച് ഭൂമിയിൽ ഉറച്ചു നിൽക്കുകയും ഇലകളൊക്കെ ചെറുതായിട്ടുള്ള, അതായത് എന്താണ്, വിൻഡിന് പ്രതിരോധിക്കുന്ന പ്ലാന്റ്, അത്തരം ട്രീസ് ഉണ്ടാവും. അതിനെന്ത് ചെയ്യുക, ആ ഭാഗത്ത് പ്ലാന്റിങ് നട്ടു വളർത്തുക. ഓക്കെ. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രോങ് വിൻഡ് റെസിസ്റ്റൻറ്റ് ഷെൽട്ടേഴ്സ്. അപ്പോൾ ഷെൽട്ടേഴ്സ് നിർമ്മിക്കുമ്പോൾ എന്ത് ചെയ്യാം, സ്ട്രോങ് വിൻഡ് റെസിസ്റ്റൻറ്റ് ഷെൽട്ടേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം സൈക്ലോൺസൊക്കെ സ്ഥിരം ഉണ്ടാകുന്ന തീരപ്രദേശങ്ങളുണ്ടാവില്ലേ, അവിടെയൊക്കെ ഷെൽട്ടേഴ്സ് നല്ല ഉറപ്പുള്ള ഷെൽട്ടറുകൾ നിർമ്മിക്കുക. ഓക്കെ. അപ്പോൾ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഫോർ സൈക്ലോണിക് ഡിസാസ്റ്റർ, എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ടു വിത്ത്സ്റ്റാൻഡ് സൈക്ലോണിക് വിൻഫോൾസ്, suitable building codes, better architecture design of buildings, planting wind breaken trees, construction of strong wind resistant shelters. The next one, mitigation strategies for flood disaster. ഫ്ലഡിന് എതിരായിട്ട് അവോയ്ഡ് റിസൈഡിങ് ഓൺ റിവർ ബാങ്ക്സ് ആൻഡ് സ്ലോപ്സ് ഓൺ റിവർ സൈഡ്സ്. അതായത് റിവർ ബാങ്കിലൊന്നും എന്ത് ചെയ്യരുത്, കൺസ്ട്രക്ഷൻ നടത്തരുത്, അല്ലെങ്കിൽ സ്ലോപ്പിൽ റിവർ സ്ലോപ്പിൽ ഒന്നും എന്തുണ്ടാവരുത്, താമസിക്കാൻ പാടില്ല. അതുപോലെ ബിൽഡ് അറ്റ്ലീസ്റ്റ്, നിർമ്മാണം എത്രയാണ്, 250 മീറ്ററെങ്കിലും, അറ്റ്ലീസ്റ്റ് 250 മീറ്റർ അവേ ഫ്രം ദ സീ കോസ്റ്റ് ഓർ റിവർ ബാങ്ക്സ്. അത്രയെങ്കിലും വിട്ടിട്ട് എന്ത് ചെയ്യുള്ളൂ, ബിൽഡിങ്ങോ താമസിക്കാനോ പാടുള്ളൂ. ബിൽഡ് പ്രോപ്പർ ഡ്രൈനേജ് സിസ്റ്റം. ഡ്രൈനേജ് സിസ്റ്റം അതായത് വെള്ളം ഒഴുകി പോകുന്ന ഡ്രൈനേജ് സിസ്റ്റം എന്താവണം, പ്രോപ്പറായിരിക്കണം. കൺസ്ട്രക്ട് ദ സെറ്റിൽമെൻറ്റ് ഓൺ എ റൈസഡ് പ്ലാറ്റ്ഫോം. ഇപ്പോൾ എന്താണ്, സ്ഥിരം വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ എന്ത് ചെയ്യുക, കുറച്ച് ഉയർത്തിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ബിൽഡിങ്ങൊക്കെ നിർമ്മിക്കുക. കൺസ്ട്രക്ട് ഡാംസ്. ഡാമുകളുടെ നിർമ്മാണം. അപ്പോൾ ഡാമിൻ്റെ നിർമ്മാണം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഷട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതിൽ എന്ത് ചെയ്യാം, ഫ്ലഡിനെ നിയന്ത്രിക്കാം. ലാൻഡ് സോണിങ് നേരത്തെ പറഞ്ഞു. എഡ്യൂക്കേഷൻ ആൻഡ് വാണിംഗ്. പ്രോപ്പർ എഡ്യൂക്കേഷൻ, സമയനുസൃതമായ വാണിങ്ങും കൊടുക്കും. അതാണ് എന്ത്, മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഫോർ ഫ്ലഡ് ഡിസാസ്റ്റർ. അവോയ്ഡ് റിസൈഡിങ് on river banks and slopes on river sides. Build at least 250 meter away from the sea coast or river banks. Build proper drainage system. Construct a settlement on a raised platform. Construct dams. Land zoning, education and warning. ഇപ്പോൾ നമ്മളിവിടെ 3 മിറ്റിഗേഷൻ സ്ട്രാറ്റജീസാണ്. ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു 3 അപ്പം ഇനി ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പം ഒരു 3 നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് മറ്റുള്ള ഡിസാസ്റ്ററിന് നമ്മൾ ചെയ്യേണ്ടത്, ലാൻഡ് സ്ലൈഡിന് എന്തൊക്കെയാണ്. അപ്പോൾ ചിലതൊക്കെ കോമൺ തന്നെ ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് അതന്നെ എഴുതാം മിറ്റിഗേഷൻ സ്ട്രാറ്റജീസായിട്ട്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം നോക്കിയത് ഡിസാസ്റ്റർ മിറ്റിഗേഷനാണ്. ഏതൊരു ആക്ഷനും അല്ലേ, റെഡ്യൂസ് ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്ട്സ് കുറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഏതൊരു ആക്ഷനും നമ്മൾ എന്ത് പറയും, മിറ്റിഗേഷൻ എന്ന് പറയും. സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ഉണ്ട്, നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ഉണ്ട്. ഫിസിക്കൽ കൺസ്ട്രക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയാം. ഫിസിക്കൽ കൺസ്ട്രക്ഷനിൽ പെടാത്തതാണ് എന്ത്, നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ.
ദെൻ എർത്ത് ക്വേക്ക് ഡിസാസ്റ്ററിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, അതേപോലെ സൈക്ലോണിക് ഡിസാസ്റ്ററിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, ഫ്ലഡ് ഡിസാസ്റ്ററിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, താങ്ക് യു.